യന്തിരൻ പകർപ്പവകാശ കേസിൽ സംവിധായകൻ ശങ്കറിനെതിരെ ഇഡി നടപടി. ചിത്രത്തിന്റെ കഥ മോഷ്ടിച്ചുവെന്ന പരാതിയിലെ ഇഡി കേസിലാണ് നടപടി. 10.11 കോടി രൂപയുടെ സ്വത്ത് കണ്ടുകെട്ടി. കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരമാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും മനു അഖില ചേരുന്നു. മനു, ഈ കേസിലെ പരാതിക്കാരൻ ആരായിരുന്നു? എന്തൊക്കെയാണ് നടപടികൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇഡിയുടെ? ലക്ഷ്മി, രജനീകാന്ത് നായകനായ യന്തിരന്റെ കഥാതന്തു മോഷ്ടിച്ചെന്ന കേസുമായി ബന്ധപ്പെട്ടാണ് സംവിധായകൻ ശങ്കറിന്റെ സ്വത്തുക്കൾ ഇപ്പോൾ ഇഡി മരവിപ്പിച്ചത്. 10.11 കോടിയുടെ സ്വത്തുക്കൾ താൽക്കാലികമായി കണ്ടുകെട്ടിയതായാണ് ഇപ്പോൾ ഇഡി അറിയിക്കുന്നത്. എഴുത്തുകാരൻ ഞാരൂർ തമിഴ്നാടൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഇഡി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ശങ്കറിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ യന്തിരന്റെ കഥയ്ക്ക് തന്റെ ജിഗുബ എന്ന കഥയുമായി സാമ്യമുള്ളതായാണ് ഈ എഴുത്തുകാരൻ ആരോപിച്ചിരുന്നത്. 1996 തമിഴ് മാസികയിൽ പ്രസിദ്ധീകരിച്ച കഥ അനുമതിയില്ലാതെ ശങ്കർ സിനിമയാക്കി എന്നായിരുന്നു ഈ പരാതി. ചെന്നൈ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ് കോടതിയിൽ അരൂർ തമിഴ്നാട് 2011 നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇഡി അന്വേഷണം ആരംഭിച്ചതും. യന്ത്രൻ സിനിമയിലൂടെ ശങ്കറിന് 11.5 കോടി രൂപ പ്രതിഫലം ലഭിച്ചതായി അന്വേഷണത്തിൽ ഇഡി കണ്ടെത്തിയിരുന്നു. ജിഗുബയുടെയും യന്ത്രന്റെയും ആഖ്യാന ഘടന, കഥാപാത്ര വികസനം എന്നിവയിൽ സമാനതകളുണ്ടെന്ന് ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്വതന്ത്ര റിപ്പോർട്ട് നേരത്തെ പുറത്തു വന്നിരുന്നു. നമുക്കറിയാം, രജനീകാന്തും ഐശ്വര്യറായും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച യന്ത്രൻ എന്ന ചിത്രം 2010 പുറത്തിറങ്ങിയത്. ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു. 290 കോടിയോളം രൂപയുടെ കളക്ഷൻ നേടിയെന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളും പറയുന്നത്. 1957 പകർപ്പവകാശ നിയമപ്രകാരവും 2002 കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരവുമാണ് ഇപ്പോൾ ശങ്കറിനെതിരെ ഇഡി നടപടി സ്വീകരിച്ചിട്ടുള്ളത്. ലക്ഷ്മി. മനു അഖിലയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.